ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ്സിംഗ് ഫ്രം ഡെത്തിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൈം സസ്പെക്റ്റ് ആ ഒരു ശാന്തി താം ഹൗസിലുള്ള മെയിനായിട്ടുള്ള ആ ഒരു ടായ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അയാൾക്ക് തിരിച്ച് പൈസ കൊടുക്കാനുള്ള കട അടയ്ക്കാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവരെല്ലാവരെയും കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഒരു പയ്യനെ മാത്രം വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഒരു പയ്യൻ ടായയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുമെന്നും അതുപോലെ തന്നെ ആ ഒരു ക്യാഷ് വെച്ച് അവിടെ തന്നെ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുമെന്നും പിന്നീട് ആ പയ്യനെ കാണാനായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ആ പയ്യൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെക്കിപ്പോൾ അന്വേഷിച്ചിട്ട് സിങ്ങിനും കിങ്ങിനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ സിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനെ കണ്ടുപിടിക്കണം, ആ പയ്യൻ്റെ അഡ്രസ്സ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതുണ്ട്, നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. കിങ്ങും അപ്പോൾ എനിക്ക് വാ, നമുക്ക് ഉടനെ തന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് സിങ്ങിനെ കോൾ ചെയ്തിട്ട് ഡറൻ ഇതുപോലെ ഒരു പാവയ്ക്കകത്തുനിന്ന് ആ ഒരു പ്രതിമേനെ കിട്ടി എന്നുള്ള കാര്യം പറയുന്നത്. ആ പ്രതിമേനെ കിട്ടി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. എന്നിട്ട് ആ ഒരു പാവ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നതും അതിൻ്റെ അകത്തുനിന്ന് ആ പ്രതിമ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവനത് കിങ്ങിനൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു പയ്യൻ്റെ അഡ്രസ്സ് അനുസരിച്ച് സിങ്ങും തുപ്പും കൂടെയാണ് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത്. ചെന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പയ്യൻ്റെ ചേച്ചിയാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു പെൺകുട്ടി ഫസ്റ്റ് ഇത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോലീസാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടി, ഞാൻ വിചാരിച്ചു അവൻ കടം കൊടുത്ത് തീർക്കാനുള്ള ആരോ ആണെന്നാണ്, കാരണം എപ്പോഴും ആ ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരാറെന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു പയ്യൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനെ ഇപ്പോൾ കണ്ടിട്ട് കുറേ ദിവസമായി, അവൻ വീട്ടിൽ വന്നിട്ട് ഒത്തിരി ദിവസമായി എന്ന പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവനെ പറ്റി അന്വേഷിച്ചില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനിവിടെ വന്നു കഴിഞ്ഞാലേ പ്രശ്നമാണ്, അതുകൊണ്ട് അവൻ വരാതിരിക്കുന്നതിന് നല്ലതെന്ന് അവൻ്റെ ചേച്ചി പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവനിവിടെ ലാസ്റ്റ് വന്ന ടൈമിന് അവൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ ചേച്ചി പറയുന്നുണ്ട് അത് പിന്നെ അവൻ വന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവന് ചെറിയ പേടിയുള്ളതുപോലെ തോന്നിയായിരുന്നു. പിന്നെ അവനൊരു കോളിൽ നിങ്ങൾ എന്നൊന്നും ചെയ്യരുത്, എത്രയും പെട്ടെന്ന് തന്നെ ക്യാഷ് തന്ന് തീർക്കാമെന്നിങ്ങനെ പറയുന്നതും അതിങ്ങനെ ഓർത്തിട്ട് പേടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ വീടിൻ്റെ പുറത്തായിട്ട് കുറേ ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല പെയിൻറ്റും ബ്രഷും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവൾ പറയുന്നുണ്ട് അവളുടെ അനിയന് അവൻ്റെ സാധനങ്ങളിൽ സിമ്പിൾസ് എല്ലാം വരച്ച് വയ്ക്കുന്നത് ഇഷ്ടമുള്ളൊരു പരിപാടിയാണെന്ന്. അവിടെ തന്നെ ഓപ്പൺ ചെയ്യാത്ത പല ബോക്സുകൾ ഇരിപ്പുണ്ട്. ഈ ബോക്സിൽ ആരാണ് അയച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തുപ്പ കാര്യം പറയുമ്പോൾ സിങ് തനിക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് തരാനായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി താനാ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ സിങ് തന്നെയാണ് കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡാരൻ ആ ഒരു പ്രതിമ കിട്ടിയത് ഒരു കുഞ്ഞ് ടെഡി ബിയറിൻ്റെ അകത്താണല്ലോ. അത് വീട് പൊട്ടിയപ്പോഴാണല്ലോ ആ ഒരു പ്രതിമ പുറത്തുന്നത്. അതേപോലെ ഒരു കുഞ്ഞ് എക്സൈറ്റഡ് ടെഡി ബിയർ. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവനെ വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ടെഡി ബിയർ കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഇറങ്ങി പൊട്ടിക്കുന്നുണ്ട്. വിചാരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രതിമ കിട്ടുന്നുണ്ട്. സിങ്ങും തുപ്പും നോക്കുമ്പോൾ ആ ഒരു പ്രതിമയുടെ തല എന്ന് പറയുന്നത് ഒരു സിംഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും തുപ്പ് പറയുന്നുണ്ട് സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാരെന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ ഒരു പയ്യൻ ഒരു ടാർഗറ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഇവരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നിന്ന് ഇവർ അന്വേഷിക്കുന്ന ഒരു പയ്യൻ്റെ പേഴ്സും സിഗരറ്റും കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു പയ്യൻ എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സമയം തുപ്പ് ആ ഒരു സ്ഥലം മൊത്തം ചുറ്റി നോക്കുമ്പോഴത്തേക്കും അവിടെ നോ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉള്ളത് അവൻ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ആ സമയം സിങ്ങിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രേതം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ പ്രേതത്തിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനായിട്ട് പോവാണ്, അല്ല നമുക്കിനി വേറെ വഴിയില്ലെന്ന് പറയുമ്പോൾ സിങ് നിനക്കപ്പോൾ പേടിയില്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. തുപ്പപ്പോൾ പേടിയുണ്ട്, പക്ഷേ നമുക്ക് എവിഡൻസ് കിട്ടണ്ടേ, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു പ്രേതത്തിനോട് ഹെൽപ്പ് ചോദിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ ശരിയാണ്, നിനക്കത് ഉറപ്പാണെങ്കിൽ നീ പൊക്കോ, പക്ഷേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ഉറക്കെ എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ ആ ഒരു പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ള ഒരു സ്ഥലത്തേക്ക് ഇവൻ ചെല്ലുന്നുണ്ട്. ആ ഒരു പ്രേതത്തിനെ അവൻ കാണുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഞാൻ സിംഗ് അന്വേഷിക്കുന്ന ഒരു പയ്യൻ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഒരു പ്രേതം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതൊന്നും പറയുന്നില്ല, അത് ജസ്റ്റ് അവൻ്റെ തല ഒരു ഡയറക്ഷനിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ഇവനും നേരെ ആ ഒരു വഴിക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവൻ ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഓടി വന്നിട്ട് സിങ്ങിനെയും കിങ്ങിനെയും വിളിക്കുന്നതാണ്. അവരെയും കൊണ്ട് അവൻ നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു പയ്യൻ്റെ ബോഡി ഇതേ ആ സ്ഥലത്തുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം സിങ്ങാണെങ്കിൽ ഒരു പ്രേതം ഇവന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് നീ ഇവൻ്റെ പുറകെ പോവുകയാണെന്ന് സിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. സിങ് പോയി എനിക്ക് പ്രേതത്തിൽ വിശ്വാസമില്ല, പക്ഷേ തുപ്പ് പറയുന്ന വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് തുപ്പ് പറഞ്ഞ ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രീസർ പോലത്തെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, ആ ഒരു പയ്യൻ്റെ ബോഡി അതിൻ്റെ അത് ഫ്രീസ് ചെയ്തിങ്ങനെ വെച്ചേക്കാണ്. ബാക്കി നടന്ന കൊലപാതകം പോലെ തന്നെയാണ്. ആ ഒരു പയ്യൻ്റെ കണ്ണും വായും എല്ലാം തന്നെ ഇങ്ങനെ തുന്നി കെട്ടി വെച്ചിട്ടുണ്ട്. തുപ്പിൻ്റെ അടുത്ത് നീ തിരിച്ച് കാറിലേക്ക് പോയിരിക്കാനും സിങ് പറയുന്നുണ്ട്. ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ അന്വേഷിക്കുമ്പോൾ ആ ഒരു പയ്യൻ്റെ ഫോണും അതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അത് സിങ്ങിൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കറക്റ്റ് ആ ഒരു പയ്യൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. അങ്ങനെ ഇവർ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ടായാണെങ്കിൽ നീ ഇത് എവിടെ പോയി ഇരിക്കുക, എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ നിൻ്റെ ഓർഗൻസ് എടുത്ത് ഇങ്ങനെ വിറ്റ് കളയും, നീ എന്താ തിരിച്ചൊന്ന് സംസാരിക്കാത്ത, നിനക്കെന്താ പേടിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ സിംഗ് ആണെങ്കിൽ കോൾ കട്ട് ചെയ്തിട്ട് ഇത് ടാ തന്നെയാണ്, ടായുടെ സൗണ്ടാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ സേ ആണെങ്കിൽ വീണ്ടും കോൾ ചെയ്തിട്ട് ഡാറിന് ഇവിടെ ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നിട്ട് ആ ഒരു പാവയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകാമോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിംഗ് ആണെങ്കിൽ കിങ്ങിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ കിങ് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ നോക്കിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് പോകാം, ഞാൻ ഉറപ്പായിരുന്നു ഇനി ഞാൻ കേസ് നേരെ അന്വേഷിക്കത്തുള്ളൂ, ഇനി ഞാൻ നിങ്ങളുടെ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ സിംഗ് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിൻ്റെ അവിടെ അവനെ വെയിറ്റ് ചെയ്ത് തുപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. സിംഗ് അടുത്തേക്ക് വരുമ്പോൾ തുപ്പാണെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ നേരത്തെ തന്നെ ആ ഒരു പ്രേതത്തിനോട് ഹെൽപ്പ് ചോദിക്കേണ്ടായിരുന്നു, എങ്കിൽ ഒരു പക്ഷേ ആ ഒരു പയ്യനെ ജീവനോടെ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ പറയില്ല, നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ആ ഒരു പയ്യൻ്റെ ബോഡി കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ തുപ്പിങ്ങനെ വെറുതെ നിന്നതുകൊണ്ട് തന്നെ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതിങ്ങനെ എടുത്തിട്ട് സിംഗിൻ്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് കിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ കിങ്ങും 2-3 ഓഫീസേഴ്സും കൂടെ ചേർന്നിട്ട് നേരെ സെയ്യുണ്ടായിരുന്നു താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ആ ഒരു പാവയൊക്കെ നോക്കുന്നുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു പാവ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നടന്ന സംഭവങ്ങളും ഇവർ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും സിംഗിന് പകരം കിങ് വന്നതിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരിക്കൽ തന്നെ തുപ്പിനെ കിങ് കുടിക്കിയതാണ്, ഇനിയും കിങ് അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കിങ്ങിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ദേഷ്യമല്ലേ ഇവർക്കുണ്ട്, ഇങ്ങനത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിങ് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ എന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ കാണുന്നതെന്ന്, പക്ഷേ ഞാൻ ഉറപ്പായിരുന്നു ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ നോക്കത്തുള്ളൂ, നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ട് എന്നുള്ള രീതിയിലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. തുമ്പറങ്ങി കിങ് അവിടെ നിന്ന് പോകാനേ നിൽക്കുന്ന ടൈമിന് പെട്ടെന്ന് അവിടുത്തെ ഗ്ലാസ്സിൽ റിഫ്ലക്ഷനിൽ അവനാണെങ്കിൽ ആ ഒരു പ്രേതത്തിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പെട്ടെന്ന് അവനാണെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി ഇങ്ങനെ വീണ്ടും നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ അവനെ വലിയ കാര്യമാക്കുന്നില്ല, അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ആ ഒരു ക്രൈം സീനിലേക്ക് അന്ന് കയറിപ്പോയ യൂട്യൂബിൽ ലൈവൊക്കെ എടുത്ത ആ ഒരു പിള്ളേരുണ്ടല്ലോ, ആ ഒരു പിള്ളേരെയാണ്. ആ പിള്ളേരിൽ മെയിനായിട്ട് അന്ന് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പ്രേതത്തിനെയൊക്കെ വിളിച്ച് വരുത്താൻ നോക്കി നിന്ന ആ ഒരു പയ്യൻ വയ്യാണ്ട് ഒരുമാതിരി ആയെന്നും അവൻ ഒരുമാതിരി ഇങ്ങനെ പെരുമാറുന്നതൊക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്. ഇപ്പോഴും ആ ഒരു പയ്യൻ ഓക്കെ ആയിട്ടില്ല, അവൻ്റെ പേര് ജംബ് എന്നാണ്. അപ്പോൾ ജംബ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഫുൾ റെസ്റ്റാണ്. പക്ഷെ അവൻ ഇപ്പോഴും ഓക്കെ ആവുന്നില്ല. അവൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഇപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് അവൻ എപ്പോൾ ഓക്കെ ആവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൻ്റെ മെഡിസിൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് എടുത്തു തരാമെന്ന് മറ്റേ പയ്യനോട് ആവശ്യപ്പെടാണ്. അങ്ങനെ ആ ഒരു പയ്യൻ അതെടുക്കാനായിട്ട് പോകുന്നതും പെട്ടെന്ന് തുപ്പിനെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രേതം ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രേതത്തിന് അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെ കാണാൻ പെട്ടെന്ന് ഇവൻ ഷോക്കായി പോകുന്നുണ്ട്. ഇവനിങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി എന്താ കാര്യം ചോദിക്കുന്നുണ്ട്, എന്നാൽ പ്രേതത്തിനെ കണ്ടതൊന്നും തന്നെ അവൻ പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സിംഗും തുപ്പ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ സിംഗ് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തുപ്പാണെങ്കിൽ എന്തോ ഇതിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം സിംഗ് എനിക്ക് ആ ഒരു കില്ലർ എന്താണ് ചിന്തിക്കണമെന്ന് അറിയണമെന്നുണ്ട്, എന്നാൽ മാത്രമേ അയാൾ വിക്ടിംസിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് അവരെ രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ അയാൾ കൊല്ലുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നു ഒന്നും എത്തത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഫസ്റ്റ് ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്തല്ലോ, നമുക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങിയാലോ. ആദ്യം ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്കാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ അതുവഴി നമുക്ക് ഇയാളിലേക്ക് എത്താൻ പറ്റിയെന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗ് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടവിനെ തുപ്പ് എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ അങ്കിളിനെ വിളിച്ച് ഈ കേസിൻ്റെ കാര്യം അന്ന് ചോദിച്ചായിരുന്നല്ലോ, ആ സമയം എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ അറിയാൻ പറ്റിയിരുന്നു, അവിടെ തന്നെ ഇതേപോലെ 7 പേരെ കൊന്ന് ഈ റിച്വൽ നടത്തിയൊരു ആ സന്യാസി ഉണ്ടായിരുന്നു, അയാളിപ്പോൾ മരിച്ചു. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി അന്വേഷിച്ചാലോ, മേബി നമുക്ക് അയാളുടെ ആത്മാവിനോട് സംസാരിക്കാം, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവത്തുള്ളൂ, ആരെങ്കിലൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ നിനക്കത് വർക്കാവും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ വർക്ക് തീർക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ടോ ഞാൻ നിന്നെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നത്, നീ എനിക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും തന്നാൽ പോരാ, ഒരുപാട് ഗിഫ്റ്റ് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് സിംഗിനെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടിനും ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഈ ടായ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പോലീസുകാരെ കണ്ണിപ്പെടാതെ ഇങ്ങനെ മറങ്ങി നടക്കുന്നതാണ്. പിന്നെ ശാന്തി താമിലുള്ള മറ്റൊരു മെയിനായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ ഐസൂൺ, അയാൾ തന്നെ ഈ ഒരു ടായിനെ കണ്ടുപിടിക്കുന്നുണ്ട്, ഈ ടായിനെ പോലീസുകാരെ ലയിപ്പിക്കുന്നുണ്ട്. ഐസൂൺ പോലീസിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ടായിനെ ശാന്തി താം ഹൗസിൽ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിംഗും കിങ്ങും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടായിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് സിംഗും കിങ്ങും കൂടെ ആയിട്ട് ഒരുമിച്ച് അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ഇയാളിങ്ങനെ കടം കൊടുത്തതും അതുപോലെ തന്നെ ഇയാൾ പൈസ വാങ്ങാനുള്ളവരുടെ ലിസ്റ്റും പൈസ വാങ്ങിച്ചവരുടെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊരു ബുക്ക് ഉണ്ടല്ലോ, അവർക്കന്ന് അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയത്, ആ ബുക്കെല്ലാം ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തല്ലേ, നിങ്ങൾ പൈസ വെച്ച് കളിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഫസ്റ്റ് ഞാനല്ല ഇത് എൻ്റെ അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ ശിക്ഷയെങ്കിലും കുറഞ്ഞു കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ടായാണെങ്കിൽ സമ്മതിച്ചു, ഞാൻ ചെറുതായിട്ടൊക്കെ പൈസ വെച്ചിട്ട് ഗാംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ കിങ് ആണെങ്കിൽ ഈ പൈസ കൊടുത്തവർ പൈസ തിരിച്ചു തരാതിരിക്കുമ്പോഴല്ലേ നിങ്ങൾ അവരെയൊക്കെ കൊന്നത് എന്നിങ്ങനെ പറയുമ്പോൾ കൊല്ലാനോ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ശാന്തി താമിൽ ഡെലിവറി ഒക്കെ ചെയ്യുന്ന നാറ്റി എന്ന് പറഞ്ഞൊരു പയ്യനും ഈ മരിച്ചത്, ആ ഒരു പയ്യനും ഇതേപോലെ ഇയാളിൽ നിന്ന് പകടം വാങ്ങിച്ചിട്ടുണ്ട്, ഇയാളുടെ കൂടെ ഇങ്ങനെ ഗാംബ്ലിങ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പയ്യൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പരിചയമുണ്ടെന്ന് പറയാണ്. അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഇവർക്ക് കിട്ടിയ വാരറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ്റെ ബോഡി, ആ
ഒരു പയ്യൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഇവനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇവരെ കൊന്ന നീ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടായാണെങ്കിൽ ഇവർ മരിച്ചുപോയോ, എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്രൈം നടന്നല്ലോ, ഈ 7 പേരും ആ ഒരു മരത്തിൽ തൂങ്ങിക്കിടന്നത്, ആ ഒരു 7 പേര് ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് ഇവരെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവർ ഷാദി തമ്മിൽ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടാ തന്നെ ഇവരോട് ചോദിക്കണേ അവരിപ്പോൾ വരാറില്ല, അതിൻ്റെ അർത്ഥം അവർ മരിച്ചു പോയി എന്നാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ അല്ല ചെയ്തത് എന്നിങ്ങനെ ഇവർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ടായപ്പോൾ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് തിരിച്ച് പറയാണ്. സിംഗ ടൈമിന് ടാ ഇത്രയും ദിവസം എവിടെയായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാനാണെങ്കിൽ തായ്ലാൻഡിൽ ഉണ്ടായിരുന്നില്ല, ഞാനാണെങ്കിൽ ഒരു കാസിനോയിൽ പോയിരിക്കുമായിരുന്നു, അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൈസയെ കടം കൊടുത്ത് ഗാംബ്ലിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി ബുക്കെല്ലാം എടുത്തുകൊണ്ട് എസ്കേപ്പ് ആകുമെന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങൾ എന്നെ പിടിച്ചത്. പക്ഷേ ശരിക്കും നിങ്ങൾ കൊലക്കേസിലാണ് എന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, സത്യമായിട്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സിംഗ് ആണെങ്കിൽ ഓഫീസിൽ നിന്ന് അന്നത്തെ വർക്ക് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ അടുത്ത ദിവസം തുപ്പിൻ്റെ നാട്ടിലേക്ക് പോകാനെന്നും കേസ് അന്വേഷിക്കാൻ പോകാനുള്ള കാര്യമെല്ലാം കിങ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ കിങ് ആണെങ്കിൽ മെക്കിനെ കൂടെ വിടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ തുപ്പിൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നീയും ആ ചെക്കനും ഭയങ്കരമായിട്ട് ക്ലോസ് ആകുന്നുണ്ടല്ലോ, ഓവറായിട്ട് ക്ലോസ് ആകുന്നുണ്ടല്ലോ എന്നൊക്കെ തിരിച്ച് കിങ് പറയുന്നുണ്ട്. കിങ് അപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്നെ ചോദിക്കുമ്പോൾ കിങ് ആണെങ്കിൽ അല്ല, എനിക്ക് നിന്നെ തിരിച്ച് കിട്ടത്തില്ലേ, നീയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കേണ്ടതാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ രണ്ടും സംസാരിക്കുന്നുണ്ട്. ഇത്തവണ വഴക്കിട്ടല്ല സംസാരിക്കുന്നത്, ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും തുപ്പും പിന്നെ സിംഗും കൂടെ ആയിട്ട് അവർ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ രണ്ടും കൂടെ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ നോക്കുമ്പോൾ തുപ്പ് ഒരുപാട് ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗ് പറയുന്നുണ്ട് നമ്മൾ വെക്കേഷൻ അല്ലല്ലോ പോകുന്നതെന്ന്. ആ സമയം തുപ്പ് പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലോട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഇതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് തുപ്പാണെങ്കിൽ ചാർജർ എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ അത് വാങ്ങാൻ ഒരു കടയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ തുപ്പിൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വരാണ്. ഇവർ വന്നുകൊണ്ടേ തന്നെ അങ്കിൾ എൻ്റെ വാ എന്നൊക്കെ പറഞ്ഞ് ഇവർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. സിംഗ് ആണെങ്കിൽ തുപ്പിൻ്റെ പാർട്ട്ണറാണ്, ബോയ് ഫ്രണ്ട് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൻ്റെ അടുത്ത് നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിംഗ് താനൊരു ഹോട്ടലിൽ നിൽക്കാം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ തുപ്പിൻ്റെ പാർട്ട്ണറല്ലേ, നീ ഇവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിംഗ് അയ്യോ അങ്ങനെയൊന്നും അല്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം എതിർക്കാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനായിട്ടും തിരിച്ച് സിംഗിനോട് പറയുന്നുണ്ട്. പിന്നീട് അവരാണെങ്കിൽ അവർക്ക് കിടക്കാനായിട്ട് റൂമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിന് സിംഗ് ആണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണെന്നുള്ള എല്ലാ കാര്യവും നീ നിൻ്റെ അങ്കിളിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പക്ഷേ അങ്കിൾ അങ്ങനെ വിചാരിച്ചെടുത്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ നമ്മളിതിനായിട്ട് പാർട്ട്നേഴ്സ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം പോയി തിരുത്താനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പ അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഉള്ളത്, നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും അത് പിന്നെ പാർട്ട്നേഴ്സിനെ പോലെ പക്ഷേ പാർട്ട്നേഴ്സ് അല്ല, ഐ തിങ്ക് സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഉള്ളത്, അതുപോലെ പോയി പറയാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പാണെങ്കിൽ അപ്പോൾ നമ്മളെപ്പോഴാണ് പാർട്ട്നേഴ്സ് ആവാൻ പോകുന്നത്, ഞാനുമായിട്ട് പാർട്ട്ണർ ആവാൻ നിനക്ക് താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ സിംഗ് ആണെങ്കിൽ കേസ് കഴിയട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഒഫീഷ്യൽ ആവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിന് ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയി വന്നിരുന്ന് ഇവനെ തന്നെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ ബ്ലഷ് ആവുന്നുണ്ട്, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് വിഷയം മാറ്റിയിട്ട് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം രാവിലെ അങ്കിളിൻ്റെ ആൻറ്റീനെയും കൂടി ഇരുന്ന് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിന് അങ്കിളാണെങ്കിൽ ആ ഒരു റിച്വൽ ചെയ്തിരുന്ന ഒരു സന്യാസി അയാളുടെ വീടിൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. സിംഗ് ആ ടൈമിന് ആ ഒരു സന്യാസിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അങ്കിളിനോട് ചോദിക്കണം. അങ്കിൾ അപ്പോൾ ഇല്ല എനിക്ക് പരിചയമില്ല, പക്ഷേ തുപ്പിനെ നോക്കിക്കൊണ്ടിരുന്ന ഇവിടുത്തെ നമ്മുടെ സന്യാസമായിട്ടുള്ള ആൾ അയാളാണെങ്കിൽ ഈ ഒരു സന്യാസിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇയാൾ ഇങ്ങനത്തെ റിച്വൽ ചെയ്യുമായിരുന്നു എന്നും ഇയാളുടെ ആയുസ് നീട്ടാനായിട്ട് ഇതുപോലെ 7 പേരെ കൊന്നിട്ടുള്ള ഈ റിച്വൽ ചെയ്തു, പക്ഷേ അത് മോശമാണെന്ന് അയാളടുത്ത് പറഞ്ഞിട്ട് പോലും അയാൾ പിന്തിരിങ്ങില്ല. അന്ന് ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും ആ കേസ് അന്വേഷിക്കാൻ വന്നൊരു പോലീസുകാരനുണ്ട്, എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ആ ഒരു പോലീസുകാരൻ ഭയങ്കര വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി, പിന്നെ അയാളെ കാണാതാവുകയും ചെയ്തു. ഈ ഒരു കേസിൻ്റെ പുറകെ ആര് ചെന്നാലും അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ശാപം കിട്ടും, പ്രശ്നത്തിലാവും എന്ന് വിചാരിക്കുന്നുണ്ട് തന്നെ ആരും ഇതിൻ്റെ പുറകെ പോകാറില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. തുപ്പം അത്രയും സീരിയസ് ആണോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അങ്കിള് പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പിന് ടെൻഷൻ ആവുന്നുണ്ട്. സിംഗ് അവൻ്റെ കൈ പിടിച്ച് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്കിൾ ആ ടൈമിന് വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു സന്യാസിയുടെ വീടിൻ്റെ അടുത്തൂടെ എപ്പോൾ അങ്കിൾ പാസ് ചെയ്ത് പോയാലും ആ ഒരു സന്യാസിയുടെ ആത്മാവ് ദേഷ്യത്തോടെ ഇവരെ നോക്കുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സന്യാസിയുടെ ആത്മാവ് ഉറപ്പായിട്ടും അവിടെ തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് ഇവർ എത്തുന്ന ടൈമിന് അതെല്ലാം ഇങ്ങനെ തുറക്കാതെ പൊടി പിടിച്ചാൽ കിടക്കുമായിരുന്നു. ആ ടൈമിന് തുപ്പ് സിംഗിനോടും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഒന്ന് ആയുസ് നീട്ടാനായിട്ടുള്ള റിച്വൽ ചെയ്തിട്ടല്ലേ ഇയാൾ ജീവിച്ചിരുന്നത്, അതിനുശേഷം ഇയാൾ മരിച്ചതുകൊണ്ട് തന്നെ ഇത്രയും പാപം ചെയ്തതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും പുനർജനിച്ച് കാണില്ല, അപ്പോൾ അയാളുടെ ആത്മാവ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ ഒരു ഡോർ തുറന്ന് ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. കയറുമ്പോൾ തുപ്പിനെ എന്തോ ഫീൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ പെട്ടെന്ന് തന്നെ സിംഗിൻ്റെ അടുത്ത് നീ ഒന്ന് പുറത്തേക്ക് ഇരിക്കാവോ, ഞാനിവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ സിംഗ് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന് പറയുമ്പോൾ തുപ്പ് എന്നൊന്ന് വിശ്വസിക്കുക, ഞാനിവിടെ നിന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൻ ഇറങ്ങി ഉടനെ തന്നെ ആ ഒരു വീടിൻ്റെ ഡോർ അങ്ങ് ക്ലോസ് ആയി പോകുന്നുണ്ട്, ജനലും എല്ലാം തന്നെ ക്ലോസ് ആവുകയാണ്. ആ ഒരു മരിച്ചുപോയ സന്യാസിയുടെ ആത്മാവ് തുപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും, നീ വന്നതല്ലേ ഇനി നീ മരിക്കൂന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇയാൾ ആ ഒരു റിച്വൽ ചെയ്ത് കൊന്ന ആ ഒരു 7 പേരുടെ ആത്മാക്കളാണെന്ന് തോന്നുന്നു തുപ്പിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീട്ടുകാരുന്നേ ബൈ.